നമസ്കാരം. ടിപ്പു സുൽത്താനും കേരളവർമ്മ പഴശ്ശിരാജയും പടം നയിച്ച മണ്ട് 2009 വയനാട് പാർലമെന്റ് മണ്ഡലം രൂപീകരിക്കപ്പെടുന്നത്. അതിനു മുമ്പ് പല ഘട്ടങ്ങളിലായി തലശ്ശേരി, കണ്ണൂർ, കോഴിക്കോട് മണ്ഡലങ്ങളുടെ ഭാഗമായിരുന്നു. തലശ്ശേരി ലോക്സഭാ മണ്ഡലത്തിൽ വയനാട് മൊത്തം ഉൾപ്പെട്ടപ്പോൾ KM ജിന്നാചന്ദ്രനും SK പൊറ്റക്കാടും പ്രതിനിധികളായി. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളുടെ ഭാഗമായിരുന്ന വയനാടിനെ 1980 നയനാർ സർക്കാരാണ് ജില്ലയായി പ്രഖ്യാപിച്ചത്. ദേശീയ തലത്തിൽ ഇപ്പോൾ വയനാടിന്റെ മേൽവിലാസം രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം എന്ന നിലയിലാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലം നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിച്ച് UPA അധികാരത്തിലെത്തുമെന്ന് പലരും പ്രതീക്ഷിച്ചു. UPAക്ക് അന്ന് നേതൃത്വം നൽകിയ രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാൻ അനുയോജ്യമായ ഒരു സീറ്റ് കണ്ടെത്താൻ AICC വിവിധ PCCകൾക്ക് നിർദ്ദേശം നൽകി. അതിനു മുമ്പ് തന്നെ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും അനൗദ്യോഗികമായി സ്ഥാനാർത്ഥികൾ പ്രചരണം തുടങ്ങിയിരുന്നു. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി പ്രചരണം തുടങ്ങിയ T സിദ്ദിഖ് നൂറുകണക്കിന് പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കൽപ്പറ്റയിൽ റോഡ് ഷോ നടത്തി. ഇതിനിടെയാണ് അപ്രതീക്ഷിതമായി ഡൽഹിയിൽ നിന്ന് വയനാട്ടിൽ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെടുന്നത്. UPA അധികാരത്തിൽ വന്നാൽ പ്രധാനമന്ത്രിയാകാൻ വരെ സാധ്യതയുള്ള രാഹുൽ ഗാന്ധിയുടെ വരവ് UDFന് വലിയ ആവേശത്തിലാക്കി. രാഹുലിന്റെ TVയിൽ മാത്രം കണ്ടിട്ടുള്ള വോട്ടർമാർക്കും ഉത്സാഹമായി. ജനം തിങ്ങി നിറഞ്ഞ കൽപ്പറ്റ പട്ടണത്തിലാണ് രാഹുലും പ്രിയങ്കയും ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്നത്. 3-4 തവണ മാത്രമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി രാഹുൽ ഗാന്ധി എത്തിയത്. പ്രചരണം KPCC നേരിട്ട് ഏറ്റെടുത്തു. അന്നത്തെ KPCC പ്രസിഡന്റായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ വയനാട്ടിൽ ക്യാമ്പ് ചെയ്തു. പ്രതീക്ഷിച്ച പോലെ തന്നെ രാഹുലിന് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. 4,31,770 വോട്ടിന്റെ ലീഡ്. LDFിൽ നിന്ന് CPI നേതാവായ VP സുനീറും BJPയിൽ നിന്ന് തുഷാർ വെള്ളാപ്പള്ളിയുമായിരുന്നു മറ്റുള്ള സ്ഥാനാർത്ഥികൾ. വയനാട്, മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, കോഴിക്കോട്, തിരുവമ്പാടി, മലപ്പുറം ജില്ലയിലെ ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ എന്നീ 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് വയനാട് ലോക്സഭാ സീറ്റ്. UDFന്റെ നിർണായക സ്വാധീനമുള്ള മണ്ഡലം. രാഹുൽ ഗാന്ധി അല്ലാതെ മറ്റൊരു പേര് കോൺഗ്രസിന് പരിഗണനയില്ല. ദേശീയ തലത്തിൽ പ്രതിപക്ഷ കക്ഷികളുടെ കൂട്ടായ്മയായ ഇന്ത്യ മുന്നണിയുടെ ഘടകമായ CPIയുമായാണ് രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നത്. വയനാട്ടിൽ മത്സരിക്കരുതെന്ന് രാഹുൽ ഗാന്ധിയോട് CPI ആവശ്യപ്പെട്ടെങ്കിലും സുരക്ഷിതമായ മറ്റൊരു മണ്ഡലം കണ്ടെത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. കർണാടകയിലും തമിഴ്നാട്ടിലും ഇതിനായി സർവേ നടത്തിയെങ്കിലും ഫലം പുറത്തു വന്നിട്ടില്ല. രാഹുലിനെ മുന്നിൽ കണ്ടാണ് CPI പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി D രാജയുടെ ഭാര്യയും CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗവുമായ കണ്ണൂരിക്കാരിയായ ആനി രാജയെ വയനാട്ടിൽ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വൻ, സത്യൻ, PP സുനീർ എന്നിവരുടെ പേരുകൾ ആദ്യഘട്ടങ്ങളിൽ കേട്ടെങ്കിലും അതിനുശേഷമാണ് ദേശീയ കൗൺസിൽ യോഗത്തിൽ ആനി രാജയുടെ പേര് വയനാട്ടിലേക്ക് ഉയർന്നു വന്നത്. ഇടക്കാലത്ത് അയോഗ്യനാക്കപ്പെട്ടതിനാൽ വയനാട് മണ്ഡലത്തിൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല. അപകീർത്തി കേസിൽ 2023 മാർച്ച് 23 ഗുജറാത്തിലെ സുർണത്ത് കോടതി രാഹുൽ ഗാന്ധിക്കെതിരെ 2 വർഷം തടവ് ശിക്ഷ വിധിച്ചത്. തുടർന്ന് ലോക്സഭാ സെക്രട്ടേറിയറ്റ് അദ്ദേഹത്തെ അയോഗ്യനാക്കി. 2023 ഓഗസ്റ്റിലാണ് സുപ്രീം കോടതി വിധി തുടർന്ന് രാഹുൽ ഗാന്ധി വീണ്ടും പാർലമെന്റിൽ അംഗത്വം തിരിച്ചു കിട്ടിയത്. 6 മാസം നീണ്ടുനിന്ന ഭാരത് ജോഡോ യാത്ര ഉൾപ്പെടെയുള്ള തിരക്കുകൾ വയനാട് മണ്ഡലത്തിൽ വേണ്ടത്ര ശ്രദ്ധിച്ചില്ലെന്ന് ആക്ഷേപമുണ്ട്.